കൊച്ചി എളമക്കരയിൽ സഹോദരങ്ങളായ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. മിഠായി നൽകിയ ശേഷം കാറിൽ കയറ്റാനായിരുന്നു ശ്രമം. കാറിലുണ്ടായിരുന്നവർ കയ്യിൽ പിടിച്ചു വലിച്ചു വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചുവെന്ന് കുട്ടികൾ 24-നോട് പറഞ്ഞു. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കാറ് 2 ദിവസമായി പ്രദേശത്തുണ്ടായിരുന്നുവെന്ന് കുട്ടികളുടെ അമ്മൂമ്മയും പറഞ്ഞു. കയ്യിൽ പിടിച്ചു വലിച്ചോ? കൈ പിടിച്ച് വലിച്ച് ഓടിയോ? കരഞ്ഞോ? എനിക്ക് തന്നോ, ഞാൻ മേടിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ മിനുവിന്റെ അതിന് മേടിച്ച് തോട്ടിലേക്ക് എറിയാൻ പോണ സമയത്ത് മിനുവിനെ പിടിച്ച് കാലിലേക്ക് വലിക്കാൻ നോക്കി. അപ്പൊ മിനു കരഞ്ഞ്. ആ പട്ടി ഓടി വന്നപ്പ ഇവിടെ ഒരു കാറ് കിടന്നിച്ച് വെള്ളം, അത് 2 ദിവസം അവിടെ കിടക്കണമെന്ന് ഇവർ കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലൊരു പെണ്ണ് കൊച്ചിനും വെച്ചുകൊണ്ടിരിക്കണ കാരണം ഇവർക്ക് കാർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല. ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് ഇവർ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഇവരുടെ അടുത്ത് 2 വീടിൻ്റെ അപ്പുറം ഇവരുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവളോട് മിഠായി കൊടുത്ത് 2 പേർക്കും. മറ്റവൾ വാങ്ങിച്ചില്ല, ഇവൾ വാങ്ങിച്ച്. മറ്റവൾ പിന്നെ നിർബന്ധിച്ചപ്പോൾ വാങ്ങിച്ച് തോട്ടിലേക്ക് എറിഞ്ഞെന്ന്. ആ അവിടെ പോയി വലിയ മിഠായി വാങ്ങിക്കാം, എന്നിട്ട് ഇവിടെ തന്നെ തിരിച്ചുകൊണ്ടെന്ന് ആക്കാന്ന് പിള്ളേർ പറഞ്ഞിട്ട് തിരിച്ചു. അത് ഇവള് പറയണ ഒരാണ് പെണ്ണായ പോലെയാണ് ഇരിക്കണേന്ന്. പട്ടി വന്നപ്പോൾ ഇവർ വിട്ടപ്പോൾ ഓടി. 2ാമത്തെ വീടാണ് ട്യൂഷൻ. ഓടിച്ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് ടീച്ചർ എന്താന്ന് പട്ടി ഓടിച്ചിട്ടാന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നപ്പോൾ വേഗം അവർ എന്നെ വിളിച്ചു. കുട്ടികൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും കാറ് പോയിരുന്നു എന്നാണ് ട്യൂഷൻ ടീച്ചർ ശോഭ പറയുന്നത്. പിള്ളേർ ഞാനൊരു ഒച്ച കേട്ടിട്ടാണ് നോക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ട്യൂഷൻ ഇരിക്കണമായിരുന്നു. പിള്ളേർ ഓടി വന്നിട്ട് പറഞ്ഞത് ഒരു ചേച്ചി എനിക്ക് മിഠായി തന്നു എന്നാണ് പറഞ്ഞത്. മിഠായി തന്നു, ഞാനത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ ആ മിഠായി മേടിച്ച് വലിച്ച് കളഞ്ഞല്ലേ ഉള്ളൂ എന്ന് ഓർത്തു. പക്ഷേ പിള്ളേർ അത് കഴിഞ്ഞപ്പോഴാണ് പറയണത് കൈ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ ശ്രമിച്ചു എന്ന്. പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ അതിന് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റിയത്. യെസ്, ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ശ്യാം, കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഉൾക്കിടലുണ്ടാവുന്നു. അപ്പോൾ ഇത് തീരെ ഗ്രാമപ്രദേശമാണോ? ഇത് CCTV-കളൊക്കെ കിട്ടാൻ ലഭ്യമാകാൻ ഇടയുള്ള സ്ഥലമാണോ? കാർ ഏതാണ്, അല്ല ഈ വണ്ടി ഏതാണ്, അതിൽ ആരാണ് എന്നറിയണ്ടേ ശ്യാം? ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇന്നലെ വൈകുന്നേരം 4:30 ഈ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് എളമക്കര പോലീസ് ആ സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. പക്ഷെ പോലീസിനൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് പോലീസിൽ തിരക്കുമ്പോൾ അന്വേഷണ ഘട്ടത്തിലാണ് ഒരു കാറിന്റെ ചിത്രം മാത്രമാണ് ലഭിച്ചത്. പക്ഷെ അതിൽ നമ്പർ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന ന്യായമാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. പക്ഷെ കുട്ടികൾ കൃത്യമായി പറയുന്നുണ്ട്. അവരുടെ ആ മൂത്ത കുട്ടി പറയുന്നുണ്ട്, ഇളയ കുട്ടിക്ക് ആദ്യം മിഠായി നൽകി, 2ാമത് തനിക്ക് നേരെ മിഠായി നീട്ടിയപ്പോൾ താൻ വാങ്ങിയില്ല. ഇതിനിടെ ഇളയ കുട്ടിയെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചതോടു കൂടിയിട്ടാണ് തങ്ങൾ 2 പേരും അവിടെ നിന്ന് ഓടിയത്. ഇതിന് പിന്നാലെ ആ കാർ അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. കുട്ടികൾ അങ്ങനെ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മിഠായി കൊടുക്കാനുള്ള ശ്രമമായിരുന്നെങ്കിൽ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കേണ്ടവർ കാറുമായി കടന്നു കളഞ്ഞത് എന്തിന് എന്ന ചോദ്യം ഉയരുന്നു. 2ാമത് പോലീസിന് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കാതിരിക്കുമ്പോഴും പോലീസ് ഇപ്പോൾ പറഞ്ഞു വരത്താൻ ശ്രമിക്കുന്നത് ഇതൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമമേ അല്ല എന്നാണ്. അങ്ങനെയെങ്കിൽ പോലീസിന് എങ്ങനെ ആ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. ഏതായാലും കുട്ടികളും പ്രദേശവാസികളും ഉൾപ്പെടെ 2 ദിവസമായ കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. അതിലുപരി മൂത്ത കുട്ടി കൃത്യമായി പറയുന്നുണ്ട്, ഇളയ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കാറിനുള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് താനും ഇളയ കുട്ടിയും ഓടുകയും ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഓടി കയറുകയും ചെയ്തത്. പിന്നീട് ടീച്ചർ ഉൾപ്പെടെ വന്ന് നോക്കുമ്പോൾ ആ കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പോലീസ് തട്ടിക്കൊണ്ടുപോകൽ ശ്രമം അല്ലെങ്കിൽ പിന്നെ മുട്ടായി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കൈ പിടിച്ച് കാറിനകത്തോട്ട് കയറ്റാൻ. ഇപ്പൊ എന്തായാലും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കള്ളം പറയുന്ന പോലീസ് പറയില്ലല്ലോ. അപ്പൊ എന്തിനാണ് ആ ശ്രമം എന്നാണ് പോലീസ് തന്നെ വിശദീകരിക്കുന്നത്? എങ്ങനെയാണ് അശ്മി, എളമക്കര പോലീസിന്റെ വിശദീകരണം ഒരു വല്ലാത്ത വിശദീകരണമാണ്. കാരണം ഇന്നലെ ഈ സംഭവം ഉണ്ടായ ശേഷം പോലീസ് വലിയ രീതിയിൽ അന്വേഷിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് തിരക്കുമ്പോൾ പോലീസ് പറഞ്ഞത് അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, കുറച്ചുകൂടി തിരക്കാനുണ്ട്. കൺട്രോൾ റൂമിൽ നിന്നും കിട്ടിയ വിവരം പ്രാഥമികമായി പരിശോധിച്ചു എന്ന് മാത്രമാണ്. 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് എളമക്കര പോലീസ് ഇത്ര ഉദാസീനമായി പെരുമാറിയത്. പിന്നീട് ഇപ്പോൾ പോലീസ് ഇറക്കുന്ന ഒരു രീതിയാണ് കുട്ടികൾ മിഠായി നൽകാൻ ശ്രമിച്ചപ്പോൾ പേടിച്ചു വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇളയ കുട്ടിയെ കയ്യിൽ പിടിച്ച് വലിച്ച് കാറിനുള്ളിലേക്ക് കടത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അതിന്റെ സഹോദരിയാണ്. അവിടെ നിന്നാണ് ആ 2 കുട്ടികളും ഓടി രക്ഷപ്പെടുന്നത്. ഒരുപക്ഷെ ഈ കാറിനുള്ളിൽ കടത്തിയിരുന്നെങ്കിൽ പോലീസ് ഇപ്പോൾ ഈ ന്യായം പറയാൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. അത്ര വലിയൊരു സ്ഥിതി ഉണ്ടായിട്ടാണ് പോലീസിന് കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരെയോ കണ്ടെത്താൻ കഴിയാതെ മറ്റൊരു ന്യായം പറഞ്ഞു വരുത്താനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ പറയുന്നുണ്ട് 2 ദിവസമായി ആ കാർ ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികളെ വലിച്ചേറ്റാൻ ശ്രമിക്കുന്നതിന് പിന്നാലെ ആ കാർ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ശ്രമം അല്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമായിരുന്നു.
കാണാമായിരുന്നു, ഈ കാര്യങ്ങൾ വിശദീകരിക്കാമായിരുന്നു. അതിനൊന്നും തയ്യാറാകാതെയാണ് പോലീസ് ഏകപക്ഷീയമായി ഇപ്പോൾ ഒരു കഥ പറഞ്ഞു വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളമക്കരയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമെന്നാണ് ആ വാർത്ത. നമ്മൾ നേരത്തെ ആ വാർത്ത വന്നിരുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രതികരണമാണ് കേട്ടത്. തീരെ പൊടിക്കുഞ്ഞ് അത് കൃത്യമായി പറയുന്നുണ്ട്. കൈ കയറി പിടിച്ചു പോയി എന്നൊക്കെ പാവം പറയുന്നുണ്ട്. അവളുടെ ചേച്ചി പറയുന്നത് അവൾ കണ്ട കാര്യം പറയുന്നു. കൈ മുട്ടായി കൊടുത്ത് അത് വലിച്ചെറിയാൻ ശ്രമിക്കുന്നതിനിടെ ഈ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കാറിനകത്ത് അല്ലെങ്കിൽ വാഹനത്തിനകത്തേക്ക് ഇടാൻ ശ്രമിച്ചുവെന്ന് അവളുടെ ചേച്ചി പറയുന്നുണ്ട്. ഒരാണ് സ്ത്രീവേഷം കെട്ടിയതുപോലെ തോന്നുന്നു എന്ന് ആ കുട്ടികൾ പറയുന്നുണ്ട്. പിള്ള മനസ്സിൽ കള്ളമില്ല, പണ്ടത്തെ ആൾക്കാർ പറയുന്നത് സത്യമാണ്. അവർ എന്തായാലും ഇതിങ്ങനെ കെട്ടിച്ചവച്ച് പറയേണ്ട കാര്യമൊന്നും ആ കുഞ്ഞുങ്ങൾക്കില്ല. മാത്രമല്ല അവർ പേടിച്ച് കരഞ്ഞ് അടുത്ത ട്യൂഷൻ ടീച്ചറിൻ്റെ അവിടെ ഓടിപ്പോവുകയും ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ടായി മാത്രം കൊടുക്കാനാണ് ശ്രമമെങ്കിൽ കുഞ്ഞുങ്ങൾ പേടിച്ചുകൊണ്ട കാര്യമുണ്ടോ?